മഹാത്മാ ശംഭാല. അവിടെ നമ്മുടെ ലോകത്ത് ജീവിച്ച് അവർ ജീവിതം കഴിഞ്ഞു പോയ അവതാര പുരുഷന്മാരെല്ലാവരും കൂടുന്ന ഒരു പാർലമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ്, മഹാവതാർ ബാബാജി അടക്കമുള്ള എല്ലാ ഗ്രേറ്റസ്റ്റ് സോളുകളും, ഡിവൈൻ സോളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു പാർലമെൻറ്റ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർ ഇപ്പോഴും വേറൊരു ലോകത്ത് നമ്മൾക്ക് വേണ്ടി, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളല്ലെങ്കിൽ സ്റ്റക്കപ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് എടുക്കാനൊക്കെ വേണമെങ്കിൽ അത്തരം ഡിവൈൻ സോളുകളെ നമ്മൾക്ക് ആക്സസ് ചെയ്യാം. ഞാൻ എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്, ഞാൻ ഇനിയുള്ള എൻ്റെ ഡിവൈൻ മിഷൻ എന്താണ്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഹയർ ലെവലുള്ള സോളുകളുടെ എനർജി അവരുപയോഗിച്ച വസ്തുക്കളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിലൂടെ എനർജി ആക്സസ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് എൻ്റെ ഫ്രീക്വൻസിയെ എനിക്ക് മേലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ സോളുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ കുറേ മാസം മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിനകത്തില് സാറിന് മദർ തെരേസയുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ കണക്ഷൻ, ആ സോളുമായിട്ട് കണക്ഷൻ ഉണ്ടായ ഒരു സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായ ഒരു സംശയമായിരുന്നു, സാർ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ ഒരു തലത്തിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടെത്തിച്ചതാണ് ആ ഒരു സോൾ കണക്ഷൻ എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അതിനകത്ത് തന്നെ മദർ തെരേസ എന്ന് പറയുന്ന ഒരു ഡിവൈൻ സോളാണ്. നമ്മൾ അത്തരം ആഗ്രഹിച്ച് അത്തരം ഡിവൈൻ സോളുകളോട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് വിഷ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമല്ലേ? നമ്മൾ ആ വിഷ് ചെയ്യുന്നത് അനുസരിച്ചാവില്ലേ പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് അത്തരം ഡിവൈൻ സോളുകളുടെ കടന്നു വരവ്? എന്തായിരിക്കും നമ്മൾ അത്ര ആൾക്കാരോട് വിഷ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അവർ നമ്മൾ വാഴ്ത്തപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ തലത്തിലിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള സോളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആ ആക്സസ് കിട്ടിയത് ഒരു ഒബ്ജക്റ്റ് അവർ വെഞ്ചരിച്ച് കൊടുത്ത ഒരു ഒബ്ജക്റ്റ്, കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിൽ അവരുടെ എനർജി ഉണ്ട്. അതിപ്പോൾ ഏതൊരു വ്യക്തിയുടെയും അവർ കാലങ്ങളോളം ഉപയോഗിച്ചതോ ആയിട്ടുള്ള വസ്തുക്കളുടെ, പ്രത്യേകിച്ച് ഇത്തരം ഹയർ ലെവലുള്ള സോളുകളുടെ എനർജി അവരുപയോഗിച്ച വസ്തുക്കളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അന്ന് ഞാനത് ആക്സസ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്, ഞാൻ ഇനിയുള്ള എൻ്റെ ഡിവൈൻ മിഷൻ എന്താണ്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി തന്നു. അല്ലാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരതിന് മറുപടി തരാതിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തുടരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈൻ സോളുകളെ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഡിവിനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ വേണമെങ്കിൽ, നമ്മളല്ലെങ്കിൽ സ്റ്റക്കപ്പായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് എടുക്കാനൊക്കെ വേണമെങ്കിൽ അത്തരം ഡിവൈൻ സോളുകളെ നമ്മൾക്ക് ആക്സസ് ചെയ്യാം. അത് എപ്പോഴും ചെയ്യാനും പാടില്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെ ആക്സസ് ചെയ്യാവൂ. അങ്ങനെ ആക്സസ് ചെയ്യാവുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഏഞ്ചൽസാണ്. ഏഞ്ചൽസിൻ്റെ റെലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ടൈം വി ക്യാൻ ആക്സസ്. ഹീലിംഗ് നടത്തുമ്പോൾ ഒക്കെ തന്നെ നമ്മൾക്ക് അവരെ പ്രൊട്ടക്ഷൻ പ്രെയർ എടുത്തിട്ട് നമ്മൾ അവരെ സ്വയം നമുക്കൊരു പ്രൊട്ടക്ഷൻ ലെയർ നമുക്ക് ചുറ്റും ഉണ്ടാവും ഓറയിൽ, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സാധാരണ നമ്മളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ എനിക്ക് എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നു കഴിഞ്ഞാലും ഞാൻ വെറുതെ ഇരുന്നാലും എൻ്റെ കൃഷ്ണ, എൻ്റെ രാമ, എൻ്റെ അയ്യപ്പ എന്നൊക്കെ വിളിക്കുന്ന പോലെ തന്നെ ആയിരിക്കാം ഇതേ രീതിയിൽ ഇപ്പോൾ ഒരു തവണ ഈ ഡിവൈൻ സോളുമായിട്ട് ഒരു കണക്ഷൻ വന്ന ഒരാള് അവരെ സന്തോഷത്തിലും ദുഃഖത്തിലും എപ്പോഴും ഇവർക്ക് ഇപ്പൊ വിളിക്കണമെന്നൊരു തോട്ട് തോന്നും. സാർ ഇപ്പൊ പറഞ്ഞൊരു രീതി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും അവരെ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് പാടില്ലാത്തത് എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഒരു ഡിവൈൻ മിഷൻ ഉണ്ട് ഈ ലോകത്ത്. അത് അവർ കുറേയൊക്കെ അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ചെയ്തിട്ട് പോയതാണ്. ബാക്കി മിഷൻസ് ഉണ്ടാവും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ മഹാത്മാ ശംഭാല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരുപക്ഷെ കേട്ട് കാണും. അവിടെ നമ്മുടെ ലോകത്ത് ജീവിച്ച് അവർ ജീവിതം കഴിഞ്ഞു പോയ അവതാര പുരുഷന്മാരെല്ലാവരും കൂടുന്ന ഒരു പാർലമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ പാർലമെന്റിൽ ജീസസ് ക്രൈസ്റ്റ്, മഹാവതാർ ബാബാജി അടക്കമുള്ള എല്ലാ ഗ്രേറ്റസ്റ്റ് സോളുകളും, ഡിവൈൻ സോളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു പാർലമെന്റുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവർക്ക് എന്തിനാണ് അവർ പോലും അങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്നത്? ഒരു സ്പെഷ്യൽ പർപ്പസ് വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരു വേൾഡ് വാർ, 3rd വേൾഡ് വാർ വരുന്നു. അതിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങി വയ്ക്കുമ്പോൾ ഇവർ ഇടപെടും. മനസ്സിലായോ? അതുപോലെ മനുഷ്യരാശിക്ക് ദോഷം സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നിവർ മണത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ഒരു മീറ്റിംഗ് കൂടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു വൈമാനികൻ്റെ അനുഭവം യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഏരിയയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിമാനത്തെ ഒരു പ്രത്യേക രീതിയിൽ ഒരു വാക്വം ചെയ്ത് ഒരു പ്ലേസിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് ആ സമയത്ത് അവരുടെ നിയന്ത്രണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്, റഡാറിൽ നിന്നുള്ള സിഗ്നലെല്ലാം നഷ്ടപ്പെടുകയാണ്. അവിടെ അവർ കണ്ടത്, ഈ മനുഷ്യൻ കണ്ടത് വിശുദ്ധരായിട്ടുള്ള കുറേ ആൾക്കാരുടെ ആത്മാവിനെയാണ്, പ്രകാശരൂപത്തിലുള്ള ആത്മാവിനെയാണ് അവർ കണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് അത് സംഭവിച്ചതെന്ന് പറയുന്നത്.
എവറസ്റ്റിൻ്റെ അതായത് നമ്മളുടെ ഹിമാലയത്തിൻ്റെ ഏരിയയിൽ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. കൈലാസം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വൈമാനികൻ പിന്നീട് വന്ന് തിരിച്ചു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് വിശ്വാസയോഗ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാർ ഇപ്പോഴും വേറൊരു ലോകത്ത് നമ്മൾക്ക് വേണ്ടി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. വേറൊരു തലത്തിലാണെന്ന് മാത്രം. അത് എല്ലാവർക്കും ഇവരെ ആക്സസ് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്നൊരു ചോദ്യം തീർച്ചയായിട്ടും പ്രേക്ഷകർ ചിന്തിച്ചേക്കാം. കാരണം ഈ ഇത്തരം സോളുകൾ ഇരിക്കുന്ന ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മനുഷ്യരുള്ള ഒരു ഫ്രീക്വൻസി അല്ല. എല്ലാ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാൽ സോളാണ്, ആത്മാക്കളാണ്. ഈ ആത്മാക്കൾ എല്ലാവരും പോകുന്ന ഒരേ തലത്തിലല്ല, പല തലങ്ങളിലാണ്. അപ്പോൾ ഇവർ പോകുന്ന ഒരു തലം ഹയർ ലെവൽ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന ഇവരെ ആക്സസ് ചെയ്യണമെങ്കിൽ അതേ ഫ്രീക്വൻസിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളെങ്കിലും ആണെങ്കിൽ ആ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ചിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. ഈ പണ്ട് കാലത്ത് മഹാദേവനെയും വിഷ്ണുവിനെയും ഒക്കെ വരം ചോദിക്കാനായിട്ട് എല്ലാവരും ഭക്തരായിരിക്കും. പക്ഷെ ഈ വർഷങ്ങളോളൊക്കെ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചിട്ടൊക്കെ ഇവരുടെ ഭക്തി തെളിയിക്കുന്ന സമയത്തായിരിക്കും ഒരു പ്രത്യക്ഷപ്പെടുന്നത്. പണ്ടത്തെ കഥകളിലൊക്കെ പൊതുവെ കണ്ടൊരു കാര്യമാണ്. എനിക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതെ അതെ, ഈ തപസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രീക്വൻസി മാറ്റുന്ന പ്രോസസ്സാണ്. നമ്മൾ പറയുന്ന സമയത്ത് അതൊരു മനുഷ്യരെ സൃഷ്ടിച്ച ഒരു കഥേന്റെ അപ്പുറത്തേക്കും ഇതിന്റെ ഒരു ഇപ്പൊ സാറ് പറഞ്ഞത് സയൻസ് വശമാണ്. ആ ഒരു തപസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പോലെ തന്നെ നമ്മുടെ തലത്തെ വർദ്ധിപ്പിക്കുക, നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ആ ലെവലിലേക്കുള്ള ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവരെല്ലാം ആക്സസ് ചെയ്യാം. അതാണ്. പക്ഷേ ഇത് സയൻസിൽ ചിന്തിക്കുന്നത്, സയൻസിന്റെ കണ്ണിലൂടെ ചിന്തിക്കുമ്പോൾ, ശാസ്ത്രത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ നമ്മൾക്കിത് വിശ്വസിക്കാൻ പ്രയാസവും. കാരണം ഇത്തരം എബിലിറ്റി ഉള്ളവർക്കാണ് ഈ വിഷനും ഇതെല്ലാം കിട്ടുന്നത്. ഇപ്പോൾ ചിലർ തന്നെ സംശയം ചോദിച്ചിട്ടുണ്ട്, ഒരു സോളിനെ എങ്ങനെയാണ് സാർ ഒരു ഫോട്ടോയിൽ കാണുന്നത്? ആ ഫോട്ടോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. ഒരേപോലെ 7 വ്യക്തികൾ ഈ ലോകത്തുണ്ടെങ്കിലും ഇതേ സോളിൻ്റെ വ്യക്തിത്വം ഇരിക്കുന്ന ഒരു ഫോട്ടോ, ഇപ്പോൾ ആതിരയുടെ ഒരു ഫോട്ടോ എടുത്താൽ ആതിര തന്നെ ആയിരിക്കില്ലേ? ആതിരയുടെ എനർജി ആക്സസ് ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് എൻ്റെ ഫ്രീക്വൻസിയെ എനിക്ക് മേലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഈ സോളുമായിട്ട് സംസാരിക്കാൻ പറ്റും. ചിലർ ചോദിക്കാറുണ്ട്, സാറേ നേരിട്ട് സംസാരിക്കുവാണോ, വാ കൊണ്ട് സംസാരിക്കുവാണോ? അല്ല, തീർച്ചയായിട്ടും അത് വാ കൊണ്ട് സംസാരിക്കുകയല്ല. നമ്മൾ ആ വ്യക്തിയെ കണക്ട് ചെയ്തു, കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് ആ സോളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അത് ഇന്നർ മൈൻഡിലാണ് കേൾക്കുന്നത്, ഔട്ടർ മൈൻഡിലല്ല. എന്ന് പറയുമ്പോൾ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, ഒരു സൈക്കിക് എബിലിറ്റിയാണ്. ഇപ്പോൾ ചില വ്യക്തികൾക്ക്, ചില ആളുകൾക്ക് കിട്ടാത്ത ഗന്ധം ലഭിക്കാറുണ്ട്. ചില വ്യക്തികൾക്ക് മറ്റുള്ളവർ കാണാത്തത് കാണാൻ പറ്റാറുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ മനുഷ്യർക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അതായത് ലേമാൻ, അവർക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയുടെ ചിന്തകൾ വെച്ച് ചിന്തിച്ചാൽ ഇതെല്ലാം തന്നെ അയഥാർത്ഥമായിട്ട് തോന്നാം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നത്, ഇത് ചെറുപ്പത്തിലെ മുതൽ അനുഭവമുള്ള ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിലെ മുതൽ എൻ്റെ ഏതോ ഒരു മെൻ്റൽ ഫാക്കൽറ്റി ഓപ്പണായി കിടക്കുകയാണ്. വരാൻ പോകുന്നതിന് നേരിട്ട് അറിയാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ ജ്യേഷ്ഠൻ്റെ സൈക്കിൾ പഞ്ചറായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വെളുപ്പിന് സ്വപ്നം കാണുകയാണ്. അന്ന് കാലത്ത് തന്നെ 7:30 സൈക്കിൾ നോക്കുമ്പോൾ പഞ്ചറായിട്ടിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ സൈക്കിൾ എടുത്തിട്ടാണ് പോകുന്നത്. എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. എൻ്റെ സൈക്കിൾ ഞാൻ വളരെയധികം സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? ആ വരാനിരിക്കുന്ന സംഭവം, ഇപ്പോൾ ഇത് നമ്മൾ ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ പറയുകയാണെങ്കിൽ പ്രീ കോഗ്നിഷൻ, വരാൻ പോകുന്നത് നേരിട്ടറിയാം. ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചൊരു ചിത്രം അറിയാമല്ലോ, ഒരു ചലച്ചിത്രം അറിയാമല്ലോ. അദ്ദേഹം അതിനകത്തൊരു അയ്യരായിട്ടാണ്, അയ്യർ ദ ഗ്രേറ്റ് അയ്യരായിട്ടാണ്. ആ കഥാപാത്രത്തിനുണ്ടാവുന്ന കഴിവെന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതാണ്. അതുപോലെ ടെലിപ്പതി, ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ തലത്തിലേക്ക് ഉയരണം. അല്ലാതെ നമ്മൾ സാധാരണ ഒരു മാനുഷിക തലത്തിൽ നിന്നിട്ട് ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. കാരണം അവർക്ക്, അതായത് ആളുകളുടെ വിചാരം എന്താണെന്നറിയോ, അവർക്ക് അനുഭവിക്കാൻ പറ്റാത്തതെല്ലാം പിന്നെ എല്ലാം അയഥാർത്ഥമാണെന്നാണ്.